ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കാൻ സാധിക്കാത്ത 3 ഭരണഘടനാ ഭേദഗതികളും നിയമനിർമ്മാണവും ഉണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യയുടെ പാർലമെന്റിലെ അംഗത്വം കൂട്ടുന്നതിനെ പറ്റിയിട്ടും. 2, 50 വർഷത്തിലെ ഏറെ പഴക്കമുള്ള മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ പറ്റിയിട്ടും. 33% സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നതിനെ പറ്റിയിട്ടുമാണ് 3 ബില്ലുകൾ വന്നത്. ഇതേപോലെ ഇനി അടുത്ത് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്ന് പറയുമ്പോൾ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഭേദഗതിയാണ്. അതായത് ഇന്ത്യയിലെ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും എല്ലാം ഒരു ഇലക്ഷൻ നടത്തുക എന്നുള്ള ഒരു രീതിയാണ്. പലരും ഇതിനകത്ത് വിരൽ പിടിച്ചിട്ടുണ്ട്. ഇന്നലെ നടത്തിയ നിയമനിർമ്മാണ രീതികളെ വിമർശിച്ചുകൊണ്ട് ശ്രീ ശശി തരൂർ എഴുതിയ വളരെ പഠനാത്മകമായ ഒരു ലേഖനം വായിക്കാനിടയായി. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയുമാണ്. ഇതെല്ലാം പ്രതിപക്ഷവുമായിട്ട് ചർച്ച ചെയ്ത് സമന്വയത്തിലൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ നരേന്ദ്രമോദിയെ പോലെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിന് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയുടെ മൊത്തം അന്തസ്സത്തെ മാറ്റി മറിക്കുന്ന ഭരണഘടനാ ഭേദഗതികളാണ്. വെറും ചെറിയ ഭരണഘടനാ ഭേദഗതികളല്ല. പിന്നെ പ്രതിപക്ഷത്തിന് ഇതൊക്കെ ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവകാശമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കൊണ്ടുവന്ന 42ാം ഭരണഘടനാ ഭേദഗതി മാത്രം മതി ഇന്ത്യൻ ഭരണഘടനയെ വിഭജിച്ചതിന് തുല്യമായി പോയത്. അത്രയും ചെയ്ത കോൺഗ്രസിനെ ഇതിനെ വിമർശിക്കാനുള്ള അധികാരമൊന്നുമില്ല. എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് നമ്മുടെ തെറ്റിനെ ശരിയാക്കുന്നില്ല എന്നുള്ളൊരു ന്യായവും അവിടെ ശരിയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനസംഘവും RSSഉം ഒക്കെ പാലിച്ചു വരുന്ന ദേശീയ തലത്തിലുള്ള ഒരു സമന്വയത്തിന്റെ ഒരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തം മുറുകെ പിടിച്ച് പ്രധാനമന്ത്രി മുന്നോട്ട് പോകണമായിരുന്നു. എന്തായാലും ഇന്ന് രാത്രി 8:30 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പായിരുന്നു, കഴിഞ്ഞ സെപ്റ്റംബർ 21-നായിരുന്നു അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നമ്മുടെ നോട്ട് നിരോധനം പോലെയുള്ള പ്രധാനമന്ത്രിയുടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആകാംക്ഷയിലോട്ട് മുൾമുനയിലാണ്. രാത്രി 8:30 വരെ എല്ലാവരും ഇങ്ങനെ കണ്ണുമ ചിമ്മാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അത് രാഷ്ട്രത്തോട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കട്ടെ. ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ടും നടക്കട്ടെ. മറ്റൊരു കാര്യം, നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇന്ത്യ ലോകത്തെ പ്രധാനപ്പെട്ട 4 വികസിത രാഷ്ട്രങ്ങളുടെ മുന്നിലോട്ട് പോവുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ട് വരെ, അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ 2 പതിറ്റാണ്ടുകൾ ഇന്ത്യ വികസ്വര രാഷ്ട്രം ആയി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോവുകയാണ്. അവിടെ നമ്മുടെ എല്ലാവരുടെയും പട്ടിണി മാറ്റിയതിന് ശേഷം നമുക്ക് ഇന്ത്യക്ക് വികസിത രാഷ്ട്രമാകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. മറ്റു കാര്യങ്ങളിൽ ഇന്ത്യ ലോകത്തെ ഒരു സൈനിക ശക്തിയാണ്, ഒരു സാമ്പത്തിക ശക്തിയാണ്. തീർച്ചയായിട്ടും പോവർട്ടി എലിവേഷൻ പോലുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 10-25 വർഷമായിട്ട് നമ്മൾ നടപ്പാക്കി വരുന്ന എല്ലാവർക്കും തൊഴിൽ അവകാശ നിയമം, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ കൊണ്ട് ഇന്ത്യ ഒരു പരിഷ്കൃത രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ ബ്രിട്ടീഷ് ഭരണ രീതിയുടെ അല്ലെങ്കിൽ വെസ്റ്റ് മിനിസ്റ്റർ രീതിയുടെ ക്യാബിനറ്റ് സിസ്റ്റം നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. ശ്രീ ബാബാ സാഹേബ് അംബേദ്കറോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി പറയുകയാണ്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന രചിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ, ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ് നിലവിലുള്ള ഒരു സിസ്റ്റം നിലനിർത്തിയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയത് സ്വാതന്ത്ര്യം കിട്ടിയ ഒരുപാട് വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഭരണഘടനയിൽ ഒരു റിപ്പബ്ലിക് എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് നമ്മൾ വന്നിട്ടില്ല. പകരം ഒരു രാജാവിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ പോവുകയായിരുന്നു. ആ സമയത്ത് മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ വൈസ്രോയിയുമായിരുന്നു, ഗവർണർ ജനറൽ. അപ്പോൾ രാജാവിന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം പ്രസിഡന്റിനെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ബേബി സഹാവിന്റെ ഭാഷയിലെ ഒരു രാജബിംബം, രാജബിംബത്തിന്റെ സ്ഥാനത്ത് ഇന്ത്യൻ പ്രസിഡന്റിനെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് രാജാവിനെ പോലെ അല്ല. ഇന്ത്യയിലെ നിയമസഭകളിലെയും പാർലമെന്റിന്റെയും തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന ഒരു വ്യക്തിയാണ്.
ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ മാറ്റേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് തോന്നാൻ. കാര്യം രാജ്യം ഒരു പ്രസിഡൻഷ്യൽ രീതിയിലോട്ട് പോകേണ്ടതുണ്ട്. രാജ്യത്തിന് ഏറ്റവും യോജ്യമായത് ഒരു പ്രസിഡൻഷ്യൽ രീതിയാണ്. കാര്യം ഒരു പ്രസിഡന്റിന് ജനങ്ങൾ കൊടുക്കുന്ന മാൻഡേറ്റ് ഒരു പ്രത്യേക കാലഘട്ടത്തേക്കാണ്. അതേസമയം ബ്രിട്ടീഷ് രീതിയിലുള്ള ക്യാബിനറ്റ് സിസ്റ്റത്തിൽ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ക്യാബിനറ്റിന് ആ ഒരു മാൻഡേറ്റ് കൊടുക്കുന്നത് അതിന് അവിശ്വാസം വരുന്നത് വരെ മാത്രമാണ്. ഇത് നമ്മുടെ ഭരണഘടനയുടെയും തത്വങ്ങളുടെയും എല്ലാം കൺസിസ്റ്റൻസി ഇല്ലാതാക്കുകയാണ്, അല്ലെങ്കിൽ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ വന്ന 6ഓളം ഗവൺമെന്റുകൾ ന്യൂനപക്ഷ ഗവൺമെന്റുകളായിരുന്നു. അവിശ്വാസത്തിലൂടെ തകർന്നുപോയ ഗവൺമെന്റ് ചരൺ സിംഗിന്റെ ആയാലും ചന്ദ്രശേഖരന്റെ ആയാലും ദേവഗൌഡയുടെ ആയാലും ഈവൻ വാജ്പേയിയുടെ ആയാലും ഗവൺമെന്റുകൾ അവിശ്വാസത്തിലൂടെ തകർന്നു പോകുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ക്യാബിനറ്റിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാക്കുന്നത്. അതിനുശേഷം വളരെ കാലത്തിന് ശേഷം, ഏകദേശം 30ഓളം വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഒരു സ്റ്റെബിലിറ്റിയിലോട്ട്, ജനാധിപത്യത്തിന്റെ ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് വന്നത് 10-30 വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ 30 വർഷത്തോളം നമ്മൾ അനുഭവിച്ച ആ ഒരു ഇൻസ്റ്റെബിലിറ്റി നമ്മുടെ വികാസത്തെ ഒരുപാട് പുറകോട്ട് പോകും. ഈ വസ്തുതയും കൂടെ നമ്മൾ കണക്കാക്കി ഭരണഘടന സമൂലം പരിഷ്കരിക്കേണ്ട ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനോട് നമുക്ക് കാത്തിരിക്കാം. 8:30 നമുക്ക് എല്ലാവർക്കും ചെവിയോർത്തിരിക്കാം പ്രധാനമന്ത്രിക്ക് എന്താണ് നമ്മോട് പറയാനുള്ളതെന്ന്. നന്ദി, നമസ്കാരം.